ഞാൻ വന്നിരിക്കുകയാണ്. ഹലോ, കൂടെ ഞാനും ഉണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്ന മോശമല്ലേ? അപ്പൊ നമ്മളിപ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നത്? പക്ഷെ നമ്മൾക്ക് അവരെ വെൽക്കം ചെയ്യാം. അതെ. സോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ Nala Sisters. ആദ്യം തന്നെ ഞാനൊരു സോറി പറയട്ടെ. കാരണം ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. കുറച്ച് ഗ്യാപ്പ് വന്നു. അതെ, മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് എക്സാംസും പിന്നെ ചേച്ചിക്ക് ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടായിരുന്നു സീരിയലിന്റെ. അപ്പൊ അത് കാരണമാണ് ഇടാൻ പറ്റാത്തത്. മാത്രമല്ല, നമ്മള് ചാനലില് ഇപ്പോഴും കുറെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ ഒത്തിരി പേര് നമ്മൾ എപ്പോഴും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സപ്പോർട്ട് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോയില് ബിഗ് ബോസ് ക്വിസിന്റെ വീഡിയോയിൽ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്കൊരു ഹോം ഡെലിവറി ഉണ്ടെന്ന്. കൊറോണ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ബിസിനസ് ഒന്ന് ഡള്ളായപ്പോൾ ഞങ്ങൾ ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അതിപ്പോ ഞങ്ങള് കുറച്ചും കൂടെ വലുതാക്കി ഒരു പുതിയൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു. കൗഡിയാറാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൗഡിയാറ് ഞങ്ങളുടെ ഷോപ്പിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ടേക്ക് അവേ ഉണ്ട്, പിന്നെ ചായ, ജ്യൂസ്, ഷേക്ക്. അങ്ങനെ കൂടുതൽ ഓവറായിട്ട് സംസാരിച്ച് കൊളാക്കണ്ട, നമുക്ക് അവിടെ പോയി കട കാണാം. ഓക്കെ, അങ്ങോട്ട് പോവാം. കമോൺ. അതെ, 20 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയ ഡ്രൈവറിന്റെ സ്കിൽസ് ഇപ്പൊ കാണാം. അതെ, നയന ചേച്ചിയുടെ സ്കിൽസ് കാണണമെങ്കിൽ വണ്ടിയുടെ ചുറ്റും ഒന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം വണ്ടിയുടെ പുറകും ഫ്രണ്ടും. നയന ചേച്ചിയുടെ ഏറ്റവും കൂടുതൽ സ്കിൽസ് കാണിക്കുന്ന സൈഡാണ് റൈറ്റ് സൈഡിലാണ് മൊത്തം ഫുൾ ഒരച്ച് ചളുക്കി ചപ്പിച്ച് കുളമാക്കി വെച്ചിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ മനഃപൂർവ്വം കൊണ്ട് ഇടിക്കുന്നതല്ലോ. അതിപ്പോ അല്ലെങ്കിൽ ഇടിക്കുന്നത് നമ്മള് മനഃപൂർവ്വം ഇടിക്കണമെന്ന് പറഞ്ഞ് ഇടിപ്പിക്കുന്നതല്ലല്ലോ. അയ്യോ, പെട്രോൾ ഇല്ല ഗൈസ്. അപ്പൊ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് കടയിലോട്ട് പോകാം. പോകുന്ന വഴിയിൽ പെട്രോൾ പമ്പ് ഉണ്ട്. ഞാനിവിടെ പെട്രോൾ അടിക്കാൻ വരുമ്പോ സ്ഥിരം പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ചേച്ചിയാണ് കേട്ടത്. ഇവിടെ കൂടെ ഇവിടെ കാണാറുണ്ട്, എന്നെ സ്ഥിരം നല്ല ചീത്ത പറയാറുണ്ട്. അല്ലോ ചേച്ചി? ഭയങ്കര സാധനമല്ലേ ചേച്ചി? സാധനം കണ്ടാ? അതാ, വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഭയങ്കര സാധനമാണ്. കഷ്ടപ്പെട്ടാണ് വില്ലത്തരങ്ങൾ കുറക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതെ, അതെന്ന് വെച്ചാൽ ഒറിജിനൽ ക്യാരക്ടർ കുറയ്ക്കണം. പെട്രോൾ അടിക്കാൻ പൈസ കൊടുക്കുമ്പോ ചേച്ചി പറയും നല്ല കുട്ടി. ഓക്കെ ചേച്ചി, ഇന്നൊരു 1000
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയ ഒരു ഔട്ട്ലെറ്റ് നയനാസ് കിച്ചൺ. അതെ, ഒത്തിരി പേര് ചോദിച്ചു എന്താണ് നയനാസ് എന്ന് പേരിട്ടത്, എന്താ നന്ദനാന്ന് ഇടാത്തേന്ന്. അത് തന്നെ ആദ്യം ജനിച്ച മോളായതുകൊണ്ട് ഐശ്വര്യം കൂടുതലായിരിക്കും. അത് ആദ്യമേ തന്നെ ശകുനങ്ങളെയൊക്കെ ഒഴിച്ചു നിർത്തണമല്ലോ, അതുകൊണ്ട് നയന എന്ന് പേരിട്ടെന്നേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ വാശിയൊന്നും ഇല്ലായിരുന്നു ആരുടെ പേരിടുന്നില്ല. ഞങ്ങൾക്ക് കട തുടങ്ങി ഡാൻസ് കോസ്റ്റ്യൂംസ്, നയനാസ് ഡാൻസ് കോസ്റ്റ്യൂംസ് അങ്ങനെ ആയതുകൊണ്ട് നയനാസ് ഇപ്പൊ അറിയാലോ എല്ലാവർക്കും, അതുകൊണ്ട് ഇതിട്ടൂന്നേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ നയനാസ് കിച്ചൺ എന്ന് പേരിട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇനി അകത്തുള്ളതെന്ന് കാണാം. ചായ കൗണ്ടർ. അതേതാണ് നമ്മുടെ ചായ പിടിക. ഇവിടെ ചായ, കോഫി, ടീ, ലൈം ടീ എല്ലാം ഉണ്ട്. ശിവാണ്ണനാണ് ഞങ്ങളുടെ ചായ അടിക്കുന്നത്. ശിവാണ്ണന്റെ ചായ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ശിവാണ്ണനെ പറ്റി പറയുമ്പോൾ ശിവാണ്ണന് വന്ന് 2 പൊണ്ടാട്ടി, 1 കോഴ. 2 പൊണ്ടാട്ടി? ഇപ്പൊ മനസ്സിലായല്ലോ, ഭയങ്കര തമിഴ് എക്സ്പെർട്ട് ആണ് കേട്ടോ. അതിന്റെ ചെറിയ മിസ്റ്റേക്ക് ആണ്. 1 കൊളന്തൈ, 2 കൊളന്തൈ, 1 പൊണ്ടാട്ടി. അപ്പൊ ശിവാനന്റെ ചായ എല്ലാവർക്കും ഇഷ്ടം. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നയനാസ് കിച്ചണിൽ വന്നാൽ ശിവാനന്റെ ചായ കുടിക്കാം. വട, പഴംപൊരി എല്ലാം ഉണ്ടാക്കും ചേട്ടൻ. മാത്രമല്ല കേട്ടോ, എല്ലാം കഴിക്കണം നിങ്ങള്. പഴംപൊരി സൂപ്പറാ. പഴംപൊരിയും ബീഫും ഉണ്ട്. അപ്പൊ ശിവാനന്റെ പഴംപൊരി കൂട്ടിയ ബീഫ് അടിപൊളിയായിരിക്കും. അതെ, ബീഫ് ഞങ്ങളുടെ അമ്മാമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ അമ്മാമ്മയുടെ സ്പെഷ്യൽ ബീഫ് കറിയും ശിവാനന്റെ പഴംപൊരിയും എല്ലാരും മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെയാണ് ജ്യൂസ് ആൻഡ് ഷേക്ക്. ഞങ്ങളുടെ ജ്യൂസും ഷേക്കും ഒക്കെ അടിക്കുന്ന കൗണ്ടർ. ഇവിടെ കാണിച്ചു തരാം. കമോൺ ഗൈസ്, ഇവിടെ ഇങ്ങനെ ഇരുന്ന് ജ്യൂസ് കുടിക്കാം. അതെ, ഇവിടെ ഇരിക്കാം. ആളെ കാണണ്ടേ? കമോൺ. ചേട്ടനാണ് നമ്മുടെ ജ്യൂസ്, ഷേക്ക്, ഐസ്ക്രീം എല്ലാം അടിക്കുന്നതും ഉണ്ടാക്കുന്നതും. നമ്മുടെ നൗഷാദ് എന്നാണ് ചേട്ടന്റെ പേര്. ചേട്ടന്റെ വീട് പാലക്കാട് വടക്കാഞ്ചേരി. അപ്പൊ നിങ്ങക്ക് ചേട്ടന്റെ കിടിലൻ ജ്യൂസ് ഷേക്ക് ഒക്കെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വരണം. അതെ, അപ്പൊ എങ്ങനെയാ സംഭവങ്ങളൊക്കെ കാണണ്ടേ ചേട്ടൻ എന്തൊക്കെയാണ്? അതെ, ജ്യൂസ് അടിക്കുന്നതും എല്ലാം. നിൽക്കുന്ന സ്ഥലം. അതെ, ഞങ്ങൾ വേറെ ഒരു പണിയും എടുക്കാറേ ഇല്ല. ഇവിടെ വരിക, അല്ല എനിക്കിപ്പോ എക്സാം ഒക്കെ ആയതുകൊണ്ട് ഇവിടെ വരാൻ പറ്റാറില്ല. അപ്പൊ ജസ്റ്റ് ഇവിടെ വരിക, മേൽനോട്ടം നയിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫുഡിലോട്ട് ഇടപെടാറില്ല. ഫുഡിൽ ഇടപെടാത്തോണ്ടാണ് ഇത് നന്നായിട്ട് പോകുന്നത്. അമ്മയും അമ്മാമ്മയും അപ്പയും എല്ലാരും ഉണ്ട് നോക്കി നടത്തണം. ഞങ്ങളിങ്ങനെ വരുന്നു, പൈസ മേടിക്കുന്നു, തിരിച്ച് ബാലൻസ് കൊടുക്കുന്നു. അതെ, അത്രേ ഉള്ളൂ. അതെ, ഇപ്പൊ ഗൈസ് കണ്ടോ, ഇപ്പൊ നിങ്ങൾ ഇതിന്റെ കട്ടി കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. അതെ, വളരെ ശൂന്യമാണ്, ശൂന്യം. ഇത് ഇത്രയാവണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വരണം. അതെ, നിങ്ങൾ സഹായിക്കണം ഞങ്ങളെ. നിങ്ങൾ വന്ന് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഞാൻ ഫുൾ ഗ്യാരണ്ടി. ഞങ്ങളുടെ കട വളർത്തി വലുതാക്കി ഒരു വലിയ ഹിറ്റ് ആക്കണം ഞങ്ങളുടെ നയനാസ് കിച്ചൺ. അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്യണം. കൗടിയാർ വഴി എന്തായാലും ഇവിടെ ഈ ഏരിയയിലുള്ള എല്ലാവരും ഇതുവഴി എന്തായാലും പാസ് ചെയ്യും. പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങി കഴിച്ചിട്ട് പോകാം. ഇനി ബാക്കി ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് മെയിൻ ഫുഡ് ഐറ്റംസ് കാണണം. നോക്കാൻ. ഇതാണ് നമ്മുടെ പോക്കറ്റ് ഷവർമ. അതെ, അപ്പോൾ പോക്കറ്റ് ഷവർമയാണ് ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആക്ച്വലി കോഴിക്കോട് നിന്നൊരു അതിനെ പരിചയപ്പെടുത്താം. കോഴിക്കോട് നിന്ന് അഫ്സൽ എന്നൊരു ചേട്ടനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കോഴിക്കോടൻ ഐറ്റംസ് ആണ്. ആ ചേട്ടനാണ് എല്ലാം. അതെ, ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ പോക്കറ്റ് ഷവർമ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതാണ് കിളിക്കൂട്. കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ, കഴിക്കാൻ തോന്നും. ഇതിനകത്ത് കാടമുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാടമുട്ടയും സേമിയയും പൊട്ടറ്റോ, അകത്ത് പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഇതും മലബാറി സ്നാക്ക് തന്നെയാണ്. ഇതും ആ ചേട്ടൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അഫ്സൽ, നേരത്തെ പറഞ്ഞ അഫ്സൽ ചേട്ടൻ. യെസ്, ഇതും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങൾക്ക് വരുന്നത് ഇത് ചിക്കൻ സമോസ ആൻഡ് ചിക്കൻ കട്ട്ലറ്റ് ആണ്. ഇത് ഉണ്ടാക്കുന്ന അഫ്സൽ ചേട്ടൻ തന്നെയാണ്.
ഇത് ആക്ച്വലി നമ്മള് മെയിൻലി ഇത് നമ്മുടെ ഈവനിങ് സ്നാക്ക് ആണ്. അപ്പൊ ഇത് എന്തായാലും വരാനായിട്ട് ഒരു 3 മണിയൊക്കെ ആവും. 2:30 3 ആകുമ്പോഴത്തേക്കും ഇതെല്ലാം വരും. പിന്നെ ഞങ്ങൾക്ക് രാവിലെ വട പഴംപൊരി എല്ലാം രാവിലെ തന്നെ തുടങ്ങും. 8 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ചായ ഫുൾ ടൈം ഉണ്ട്, രാവിലെ തൊട്ട് രാത്രി വരെ. നേരത്തെ കണ്ട് ഇവിടെ നിന്ന് ശിവാണ്ണനാണ് അതെല്ലാം ഉണ്ടാക്കുന്നത്. യെസ്. ഇനി നമുക്ക് കുറച്ചും കൂടെ മലബാർ സ്നാക്സ് ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത് നമ്മുടെ കോഴിക്കോട് സ്ഥലത്തുള്ള സ്പെഷ്യൽ ഐറ്റമാണ് ഉന്നക്കായ. അല്ലെ, അവിടെ മാത്രമേ കിട്ടാറുള്ളൂ, അങ്ങനെ അധികം കടകളിൽ കണ്ടിട്ടില്ല. ദിസ് ഈസ് ഉന്നക്കായ. പഴം വെച്ചാണ് ഉണ്ടാക്കുന്നത്, പഴം തേങ്ങ ഒക്കെ വെച്ച്. ഇതാണ് അരിപ്പത്തിരി. ദിസ് ഈസ് വട്ടപ്പത്തിരി. ഓ സോറി, വട്ടപ്പത്തിരിയാണിത്. അരി വെച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അവള് അരിപ്പത്തിരി എന്ന് പറഞ്ഞത്. ഇതെല്ലാം ആ ചേട്ടൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്, കോഴിക്കോട് കഴിക്കാനുള്ള ഒരു ഡിഷാണ്. അപ്പൊ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു ഐറ്റം കൂടെ ഉണ്ട്, പൊതിച്ചോറുണ്ട്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വെജും ഉണ്ട്, അതുപോലെ നോൺ വെജ് പൊതിച്ചോറും ഉണ്ട്. ഇതെല്ലാം ഫുൾ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ അമ്മയും അമ്മാമ്മയും തന്നെയാണ്. ഞങ്ങൾ വീട്ടിൽ കഴിക്കുന്ന അതേ കറികളും എല്ലാ ഐറ്റംസാണ് ഇവിടെ വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നോൺ വെജിൽ ചിക്കൻ ഫ്രൈയും അല്ലെങ്കിൽ മീൻ ഫ്രൈ പിന്നെ ഓംലെറ്റും കൂടെ കാണും. പക്ഷെ വെജിലാണെങ്കിൽ അതൊന്നും കാണൂല. പിന്നെ പായസം ഉണ്ടാവും, പായസം കാണും. ടേക്ക് അവേ ഉണ്ട്, ഡൈനിങ് ഉണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് കഴിക്കാം, കൊണ്ടുപോവുകയും ചെയ്യാം. അതെ, പായസം, സാമ്പാർ, പുളിശ്ശേരി പിന്നെ മീൻ കറിയും കൂടി കാണും. സൺഡേ ആണെങ്കിൽ ബിരിയാണി ഉണ്ടാവും. ബിരിയാണി സൺഡേസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ വൈകിട്ട് ഞങ്ങൾക്ക് ബീഫ് കറി, ചിക്കൻ കറി, ഇടിയപ്പം, അപ്പം, ദോശ, ചപ്പാത്തി, പിന്നെ എഗ് കറി, അങ്ങനെ ഓരോരോ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇതൊന്നും കൂടാതെ ഞങ്ങൾക്ക് ഹോം ഡെലിവറിയും ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ഒരു. അതെ, ഇതിന്റെ പാരലായിട്ട് തന്നെ ഹോം ഡെലിവറിയും ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ, ബിഗ് ബോസ് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹോം ഡെലിവറി ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇത് തുടങ്ങി എന്നേ ഉള്ളൂ. ഇനി ഞങ്ങൾ ആക്ച്വലി ടേക്ക് അവേ മാത്രമാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വിചാരിച്ചു കുറച്ച് പേര് ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ സ്ഥലമുണ്ടോ എന്ന്. കുറച്ച് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള, അതെ, ഒരു 10-15 പേർക്ക് ഇരിക്കാൻ ഇവിടെ ഉള്ള ഒരു സ്പേസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഇവിടെ വന്നിരുന്ന് കഴിക്കാം, ഇവിടെ ഇരിക്കാം. ഇവിടെ AC ഉണ്ട്. അപ്പൊ വെയിലത്ത് നടന്ന് തളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇരുന്ന് കഴിക്കാവുന്നതാണ്. കറണ്ട് പോയിരിക്കാം. അതെ, അതുകൊണ്ടാണ് കുറച്ച് ഇരുട്ട്. പിന്നെ ഒരു മെയിൻ കാര്യമുണ്ട്, ഇത് ഈ ഔൾ പെയിന്റിംഗ് വരച്ചു തന്നത് ഉത്തം എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ. എല്ലാരും വന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഈ പെയിന്റിംഗ്. ഭയങ്കര അട്രാക്റ്റീവ്. ഉത്തം ചേട്ടന് ഒരു വലിയ താങ്ക്സ്, ഇത്ര അടിപൊളി പടം വരച്ചു തന്നേന്. താങ്ക് യു സോ മച്ച്. ഉത്തം ചേട്ടൻ രാത്രി ഫുൾ ഇരുന്ന് പടം വരച്ചതാണ്. അതെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ പെയിന്റിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഉത്തം ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം. ഞങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ ഇട്ടാലും മതി. അതെ, ഇനി നമുക്ക് ഒരാളെയും കൂടെ പരിചയപ്പെടുത്താനുണ്ട്. ഇതാണ് ഞങ്ങളുടെ സാദിഖ് ചേട്ടൻ. സാദിഖ് ചേട്ടൻ ഒരു സ്വന്തമായിട്ട് പറയും മോഡലാണ്. അതെ, മോഡലാണ് ചേട്ടൻ പറയും. മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ബേസിക്കലി മോഡലാണ്. ആക്ടിങ് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, ആങ്കറിംഗ് ചെയ്യുന്നുണ്ട്, സിംഗിങ് ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. എല്ലാം ആക്ച്വലി ദുബായിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇനാഗുറേഷൻ ആണ് ചേട്ടൻ ആക്ച്വലി ഇവിടെ വന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇങ്ങനെ വന്ന് എല്ലാരും ചോദിക്കുന്നത് ആ പൊക്കമുള്ള തൊപ്പി വെച്ച ബ്രോ, ആ ബ്രോയിനെ ഒന്ന് വിളിക്കാവോ, ആ ബ്രോ കൊള്ളാം, ആ ബ്രോ അടിപൊളി, അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ ഈ പൊക്കമുള്ള ബ്രോയിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സാദിഖേട്ടൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടന്റെ സർവീസ് ആണെങ്കിലും പെരുമാറ്റവും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് സാദിഖ് ചേട്ടനെ. അവിടെ റിവ്യൂ ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും, ഗുഡ് സർവീസ് ആൻഡ് ഗുഡ്, ഭയങ്കര നല്ല റിവ്യൂസ് ആണ് എഴുതിയിട്ടുള്ളത്. അതൊക്കെ സാദിഖേട്ടനും എടുക്കാണ് ആക്ച്വലി. അതെ, എല്ലാ കസ്റ്റമേഴ്സിനും അടിപൊളിയായിട്ടാണ്. ചേട്ടൻ എത്ര വേണോ, ഭയങ്കര ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചേട്ടൻ നിൽക്കുന്നത്. എത്ര വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ് സാദിഖ് ചേട്ടൻ. അതെ, ഇവിടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ആക്ച്വലി ഞങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം എനിക്ക് ഷൂട്ടിന് പോകണം, നന്ദുവിന് കോളേജ് ഉണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എനിക്കും എപ്പോഴും അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ ഫുഡ് എല്ലാം ഉണ്ടാക്കുന്നത് അമ്മയും അമ്മുമ്മയാണ്, എല്ലാം ഹോം മെയ്ഡാണ്. സോ അമ്മയും അമ്മുമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ നോക്കണമെങ്കിൽ ഒരാൾ എന്തായാലും വേണം. ഞങ്ങൾ ഇടയ്ക്ക് നിൽക്കാറുണ്ട്, ബഡ്ജറ്റിൽ ഞങ്ങൾ വിശ്വാസത്തോടെ സാധിക്കട്ടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതെ.